തഹൂർ റാണയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത്. അതേസമയം NIA-ക്കായി വലിയ മുതിർന്ന അഭിഭാഷകരുടെ വലിയൊരു സംഘം തന്നെ ഈ കഥയിൽ എത്തിയിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകനായ ദയാൽ കൃഷ്ണനുണ്ട്. കൂടാതെ NIA-യുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നരേൻ മാൻ അടക്കമുള്ള വലിയൊരു സംഘമാണ് പട്യാല ഹൗസ് കോടതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നടപടിക്രമങ്ങൾ കോടതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പം സമയത്തിനകം തന്നെ, നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകും. അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ തന്നെ NIA-യുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വിടാനാണ് സാധ്യത. ബൽറാമാണ് വിശദാംശങ്ങൾ നൽകിയത്. അച്യുതൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. അച്യുതൻ, ഈ തീവ്രവാദത്തിനെതിരെയുള്ള രാജ്യങ്ങളുടെ ഒന്നിച്ചുള്ള പോരാട്ടത്തിന്റെ സൂചിക കൂടിയായി മാറുന്നു അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ. അമേരിക്ക ഇപ്പോൾ ഈ തഹവാർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നതിൽ അതിൽ ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഈ 2008 ഈ ഭീകരാക്രമണം ഉണ്ടായത് മുതൽ പാകിസ്ഥാന്റെ പങ്ക് അത് എപ്പോഴും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പാകിസ്ഥാന്റെ പങ്കിന് കൃത്യമായ തെളിവ് തഹവാർ റാണയിലൂടെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് NIA-ക്ക് അടക്കമുള്ളത്. കാരണം തഹവാർ റാണ ഈ പാക് മിലിറ്ററിയിൽ ജോലി ചെയ്ത ആളാണ്. പാകിസ്ഥാന്റെ ബാക്കപ്പിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായതെന്ന നമ്മുടെ അനുമാനത്തിൽ നമുക്ക് ലഭിച്ച തെളിവുകൾ അത് ഉറപ്പിക്കുക കൂടി തഹവാർ റാണയുടെ ചോദ്യം ചെയ്യലിൽ NIA സംഘത്തിന് മുന്നിലുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ NIA സംഘം അല്ലെങ്കിൽ അന്വേഷണ സംഘം അറിയാൻ പോകുന്ന കാര്യങ്ങളും ഇത് തന്നെ ആയിരിക്കില്ലേ? ഡെവിൻ കോഡ്മാൻ ഹെഡ്ലിയെയും മറ്റു ഭീകരാക്രമണ കേസിലെ പ്രതികളെയും ഇന്ത്യയിലേക്ക് എത്തിച്ചത്, ഫൈനാൻഷ്യലി ബാക്കപ്പ് ചെയ്ത് അവർക്കിവിടെ താവളം ഒരുക്കി കൊടുത്തത്, ഇതടക്കം അതിന് പുറത്തേക്ക് മുംബൈ ഒഴികെ മറ്റെവിടെയൊക്കെ അവർ ഇത്തരത്തിൽ സമാനമായ തീവ്രവാദാക്രമണം പ്ലാൻ ചെയ്തു എന്നൊക്കെ അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിലേക്കടക്കം ഒരു വ്യക്തത തഹവാർ റാണയിൽ നിന്ന് കിട്ടുമെന്ന പ്രതീക്ഷയല്ലേ NIA-ക്കുള്ളത്? തീർച്ചയായിട്ടും സുഹേൽ, അത് തന്നെയാണ്. കാരണം ഈ മുംബൈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇപ്പോഴും അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം കൂടിയാണ് തഹവാർ റാണ. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം നിയമ പോരാട്ടം ഇന്ന് NIA ഇറക്കിയ വാർത്താക്കുറിപ്പിൽ അടക്കം പറഞ്ഞത് ഏറെ നാളത്തെ ശ്രമത്തിലൊടുവിലാണ് ഈ തഹവാർ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതൊരു വലിയ ദൗത്യമായി തന്നെയാണ് NIA കാണുന്നത്. കാരണം ഈ 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം 2009 NIA രൂപീകരിക്കുന്നത്. അതും ഇത്തരം ഭീകരാക്രമണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അന്ന് NIA-യുടെ മുൻപിലുണ്ടായിരുന്ന ആദ്യ ദൗത്യം തന്നെ ഈ അച്യുതൻ തിരികെ വരാം. ബൽറാം നെടുങ്ങാടിയിലേക്ക് തന്നെ പോവുകയാണ്. ബൽറാം, ഈ അച്യുതൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നിർണായക വിവരങ്ങൾ ഒരുപാട് തേടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാന്റെ പങ്കാണ്. അന്ന് തന്നെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി ISA-യ്ക്കും ലിറ്ററിക്കും ഒപ്പം ഭരണാധികാരികൾക്കും അധികാരികൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കടക്കം ഭീകരാക്രമണത്തിന് പിന്നിൽ പങ്കുണ്ടെന്ന വലിയ ആരോപണങ്ങൾ, അതിന് ഉതകുന്ന തെളിവുകൾ ഇന്ത്യൻ സംഘത്തിന്, അന്വേഷണ സംഘത്തിന് മുമ്പാകെയുണ്ട്. ഈ തെളിവുകൾ വെരിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കില്ലേ തഹവാർ റാണയെ കസ്റ്റഡിയിലെടുത്ത ശേഷം NIA-യുടെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്? സുഹേൽ, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ പങ്ക്, പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളുടെ പങ്ക് എന്നിവ സംബന്ധിച്ച് NIA-ക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI-യുടെ വേണ്ടിയാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്നതിന്റെ തെളിവുകൾ NIA-ക്ക് ലഭിച്ചിരുന്നു. ഇതിൽ പാക് ഭരണകൂടത്തിന് നേരിട്ട് പങ്കുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ തഹവാർ റാണയുടെ പാകിസ്ഥാൻ ബന്ധം, ഒപ്പം തന്നെ ഈ കേസിലെ മുഖ്യ സൂത്രധാരനായ ഹെയ്ഡ്ലിയുടെ പാകിസ്ഥാൻ ബന്ധം എന്നിവ കൂടി അടിസ്ഥാനമാക്കിയാണ് ഈ കേസിൽ NIA-യുടെ പങ്ക് സംബന്ധിച്ച് NIA ഇതിൽ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഈ തഹവാർ റാണയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിക്കും എന്ന പ്രതീക്ഷ NIA-ക്കുണ്ട്. കാരണം വർഷങ്ങൾ കഴിഞ്ഞു എങ്കിൽ പോലും ഈ ഭീകരാക്രമണ പദ്ധതിയുടെ ഭാഗമായി, അത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 8 തവണയോളം ഈ ആക്രമണത്തിന് മുമ്പായി റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു, കുടുംബസമേതം സന്ദർശിച്ചിരുന്നു. അത് ഡൽഹി കൂടാതെ ആഗ്ര, കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു? കൂടാതെ ആർക്കെല്ലാമാണ് അതിൽ പങ്ക്? ഇന്ത്യയിൽ നിന്നും ആഭ്യന്തരമായി സഹായം ലഭിച്ചിരുന്നു തഹവാർ റാണയ്ക്ക്? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് NIA ഉള്ളത്. 30 ദിവസത്തെ കസ്റ്റഡി എന്ന ആവശ്യം ഉന്നയിക്കുന്നു. അതിൽ 15 ദിവസം ലഭിച്ചാൽ പോലും തൃപ്തികരമാണ്. ഈ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നാണ് NIA കണക്കുകൂട്ടുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ റാണയേക്കാൾ കൂടുതലായി ഈ സൂത്രധാരനായി പ്രവർത്തിച്ചിരുന്നത് ഹെയ്ഡ്ലി തന്നെയാണ്. ഹെയ്ഡ്ലിക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക സഹായം എന്നിവ ഒരുക്കിക്കൊടുത്തത് റാണയായിരുന്നു. മുംബൈ സന്ദർശിക്കാനും
മുംബൈയിൽ ഈ ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ ഓരോന്നും കണ്ടെത്തി ഈ പദ്ധതി ആവിഷ്കരിക്കാനും ഈ ഹെയ്ഡ്ലിക്ക് കഴിഞ്ഞത് റാണയുടെ പൂർണ്ണ സഹായത്തോടെ ആയിരുന്നു എന്ന് NIA-ക്ക് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പങ്ക് റാണയ്ക്ക് പുറത്തു വന്നതിലോ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതിനോ അപ്പുറത്തേക്ക് റാണയ്ക്ക് പങ്കുണ്ടായിരുന്നു എന്ന കാര്യം ഈ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമായിരിക്കും വ്യക്തമാവുക. നീണ്ട നിയമ പോരാട്ടം തന്നെ ഇക്കാര്യത്തിൽ വേണ്ടി വന്നതാണ് റാണയെ തിരികെ എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ 16 വർഷം വൈകിയാണെങ്കിലും ആ ചോദ്യങ്ങൾ റാണയോട് ഉന്നയിക്കുക, അതിനുള്ള ഉത്തരം കണ്ടെത്തുക എന്ന് തന്നെയാണ് NIA-യുടെ ലക്ഷ്യം. ഡെൻമാർക്ക് പ്രസിന് നേരെയുള്ള ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തഹാർ റാണ അമേരിക്കയിൽ പിടിയിലാകുന്നത്. അതിന് പിന്നാലെ മുംബൈ ഭീകരാക്രമണ കേസിലും അക്യൂറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. നീണ്ട 16 വർഷത്തെ നിയമ പോരാട്ടം, നയതന്ത്രമായ ഡിപ്ലോമാറ്റിക് ലെവലിൽ നടന്ന മീറ്റിംഗുകൾ, അതിൻ്റെ കൊടുക്കും ഇന്ത്യ വിജയം കാണുന്നു. 16 വർഷത്തിന് ശേഷം തഹർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ വിനീത വിജിയുടെ നമ്മോടൊപ്പം ചെയ്യുന്നു. വിനീത, ഈ ഭീകരാക്രമണം ഉണ്ടായി 17 വർഷങ്ങൾ കഴിയുന്നു. ഈ 17 വർഷമായ അന്വേഷണ സംഘത്തിന് ചോദിക്കാൻ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ ചേർത്തുള്ള ഒരു FIR അവിടെയുണ്ട്. അതിൽ വിചാരണ പൂർത്തിയായിരിക്കുന്നു. അതിന് പിന്നാലെ ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയെടുത്ത FIR-ൽ ഇതുവരെ ഒരൊറ്റ പ്രതിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഡേവിഡ് കോഡ്ലി ഹെഡ്ലിയാണ്. അതിൽ രണ്ടാമത്തെ പ്രതിയായി വരുന്നത് ഇപ്പോൾ തഹവൂർ റാണിയാണ്. അതായത് തഹവൂർ റാണി ഇതുവരെ ഇന്ത്യക്ക് ഒരു വിധത്തിലും ചോദ്യം ചെയ്യാനായിട്ടില്ല. ഇന്ത്യൻ അന്വേഷണ സംഘത്തിന് അയാളെ നേരിട്ട് കാണാനായിട്ടില്ല. ഇന്നാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതോടുകൂടി, കസ്റ്റഡിയിൽ വിടുന്നതോടുകൂടി അന്വേഷണ സംഘത്തിന് മുമ്പാകെ തഹവൂർ റാണി ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ 16 വർഷമായി ഈ അന്വേഷണ സംഘം കരുതി വച്ചിരിക്കുന്ന ചോദ്യാവലി ഉണ്ടാകും. അതിൽ ആധികാരികമായ വിവരങ്ങൾ തേടേണ്ടതുണ്ടാകും. പ്രധാനമായും അന്വേഷിക്കുന്ന പങ്ക് ഒന്ന്, ആഭ്യന്തരമായ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയായിരിക്കും. രണ്ടാമത് പാകിസ്ഥാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അവരുടെ പങ്ക് വെളിവാക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കും. മൂന്നാമതായി ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പും. അതിനപ്പുറത്തേക്ക് ഈ കൃത്യം ആസൂത്രണം ചെയ്യാനെത്തിയ ഡേവിഡ് കോഡ്മാൻ ഹെഡ്ലിക്ക് ഇവിടെ ഒരു ഹൈറോഡ് സ്പോട്ട് ഒരുക്കുക, ആക്രമിക്കേണ്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനും അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യാൻ, അത് ടാർഗറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഇതിന്റെ ഏറ്റവും പിന്നാമ്പുറത്ത് എല്ലാ ബാക്കപ്പും ചെയ്തു കൊടുത്ത തഹവൂർ റാണയാണെന്ന് തെളിവുകൾ ഏറെയുണ്ട്. ഡേവിഡ് കോഡ്മാൻ ഹെഡ്ലിയും ഇത് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കില്ലേ ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുക. ഇപ്പോൾ റിമാൻഡ് ചെയ്താൽ സ്വാഭാവികമായും കസ്റ്റഡിയിൽ വിട്ടു കഴിഞ്ഞാൽ അത് ഏത് ജയിലിലേക്കാവും കൊണ്ടുപോകാൻ സാധ്യത? NIA ആസ്ഥാനത്തെത്തി ഒരു ചോദ്യം ചെയ്യാനൊരു സാധ്യത ഉണ്ടോ? സുഹേൽ, തുടക്കം മുതൽ തന്നെ അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കും, ഒരുപക്ഷെ ഈ കോടതി നടപടിക്രമങ്ങൾക്ക് ശേഷം NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചേക്കുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിച്ച് ഇവിടെ വെച്ചായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. തീഹാർ ജയിലിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നേരത്തെ തന്നെ അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ജയിലിലേക്ക് മാറ്റുകയാണെങ്കിൽ തീഹാറിലേക്കായിരിക്കും മാറ്റുക. നിലവിൽ 30 ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് NIA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ NIA ആസ്ഥാനത്തേക്ക് എത്തിച്ച ചോദ്യം ചെയ്യലുണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലേക്ക്, അന്വേഷണ സംഘത്തിന്റെ മറ്റേതെങ്കിലും മേഖലയിലേക്ക്, അങ്ങോട്ടേക്കായിരിക്കുമോ റാണയെ മാറ്റുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു സ്ഥിരീകരണം അടക്കം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കാരണം അത്രയും വലിയ ഒരു കൊടും കുറ്റവാളിയാണ്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ കാത്തിരുന്ന കൊടും കുറ്റവാളി 16 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നു. അതിന് പിന്നിൽ ശക്തമായ നിയമ പോരാട്ടമുണ്ട്. ഇന്ത്യക്ക് അറിയേണ്ടതായിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ റാണയ്ക്ക് പക്കൽ കൃത്യമായ മറുപടി ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഈ പാക് ഭീകര സംഘടനയുമായുള്ള ബന്ധം, ഒപ്പം തന്നെ ഈ മുംബൈ ഭീകരാക്രമണത്തിൽ റാണയും ഹെഡ്ലിക്കും പുറമെ അജ്മൽ കസബിങ്ങിനെ 3 പ്രതികളിലേക്ക് മാത്രം ചുരുങ്ങിയപ്പോൾ ഇതിന് സാമ്പത്തിക സഹായം നൽകിയത് ആര്? മറ്റേതെങ്കിലും മേഖലകളിൽ കൂടി സമാനമായിട്ടുള്ള ഭീകരാക്രമണത്തിന് പ്രതികൾ ആസൂത്രണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വിശദമായ അന്വേഷണം, അത്തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ തേടേണ്ടതായിട്ടുണ്ട്. അതിന് റാണയെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൊച്ചിയിലടക്കം തഹവൂർ റാണ സന്ദർശിച്ചു എന്നതിന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അഹമ്മദാബാദിലും ആഗ്രയിലും ഡൽഹിയിലും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. 2008 13 മുതൽ 21 വരെ നവംബറിലാണ് ഈ സന്ദർശനം നടത്തിയിരുന്നത്. കുടുംബത്തോടൊപ്പമായിരുന്നു ഈ സന്ദർശനം നടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദമായ വിവരങ്ങൾ തഹവൂർ റാണയുടെ പക്കൽ നിന്ന് തന്നെ ലഭ്യമാകുമെന്നാണ് അന്വേഷണ
അന്വേഷണ സംഘം കരുതുന്നത്. ഇത് കൂടാതെ തന്നെ ഈ പാക് ഭീകര സംഘടനകൾക്ക് ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ അത് നിഷേധിക്കുകയാണ്. അത് ഏത് തരത്തിലാണ് ഈ ഭീകര സംഘടനകൾ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ? റാണ, ഹെഡ്ലി ഏതൊക്കെ തരത്തിലാണ് കൂടുതൽ സഹായിച്ചിട്ടുണ്ടായിരുന്നത്? സാമ്പത്തിക സഹായത്തിന് പുറമെ മറ്റ് ഏതൊക്കെ തരത്തിൽ അറിഞ്ഞതിലേറെ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. 16 വർഷമായി കാത്തുവച്ച ചോദ്യങ്ങൾക്കെല്ലാം തഹാവൂർ റാണയുടെ ഉത്തരം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പാക് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പങ്ക്, മിലിറ്ററിയുടെ പങ്ക്, ഭരണകൂടത്തിന്റെ പങ്ക്, അങ്ങനെ പാകിസ്ഥാന്റെ ഭീകരമുഖം വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരുപാട് നിർണായകമായ ചോദ്യങ്ങൾക്ക് തഹാവൂർ റാണയിൽ നിന്ന് അന്വേഷണ സംഘം ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഡബിൾ ജിയോപാഡി, ഒരേ കേസിൽ 2 തവണ വിചാരണ നേടുന്നതടക്കം ഇമ്മ്യൂണിറ്റിയൊക്കെ പറഞ്ഞായിരുന്നു അമേരിക്കയിൽ തഹാവൂർ റാണ പ്രതിരോധം തീർത്തത്. പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് തഹാവൂർ റാണയെ ഇപ്പോൾ ഇന്ത്യക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. പട്യാല കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ കസ്റ്റഡി ലഭിച്ചാൽ ഉടൻ തന്നെ നാളെ തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത വിജിയും ആർ അച്യുതനും ബൽറാം നടുങ്ങാടിയാണുമാണ് വിശദാംശങ്ങൾ നൽകിയത്.